ഈ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 5, 6, 7 അധ്യായങ്ങളിൽ പല പ്രഭാഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രഭാഷണമാണ് പ്രഭാഷണം. അനേക ആയിരങ്ങളെ, പ്രത്യേകിച്ച് ഭാരതത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉൾപ്പെടെ നിരവധി പേരെ ഹൃദ്യമായിട്ട് സ്വാധീനിച്ച ഒരു ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് നമുക്കറിയാം. എൻ്റെ ഒരു വാത്സല്യ സുഹൃത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, വടക്കൻ മലബാറിൽ നിന്ന് താൻ തെക്കോട്ട് വരുമ്പോൾ താൻ ആ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പോടെ നിന്ന, ഒരു പക്ഷേ യാതൊരു അഴിമതികളുടെ കറകളൊന്നും കേൾപ്പിക്കപ്പെടാത്ത മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ സുഹൃത്തിനോടൊപ്പം ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് താങ്കൾ എന്താണ് ചോദിക്കുന്നതെന്ന് ചോദിച്ച് ഇദ്ദേഹം വളരെ ഹൃദ്യമായി പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ വചനത്തിൻ്റെ പ്രഘോഷകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സുഹൃത്തെ, മത്തായി എഴുതിയ സുവിശേഷം, അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ഇതര മതസ്ഥനാണ്, എങ്കിലും മത്തായി 5, 6, 7 അധ്യായങ്ങൾ തൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അതിനകത്തെ 111 വാക്യങ്ങൾ മിക്കതും എനിക്ക് കാണാപ്പാടമാണെന്നും ആ സഹോദരൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് പോലും അതൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത്ര കൃത്യമായി ആ വാക്യങ്ങൾ പോലും അദ്ദേഹത്തിന് മനഃപ്പാടമാണ്. അപ്പോൾ ഒരു പൊതുസമൂഹത്തെ പോലും ഒത്തിരി സ്വാധീനിച്ച ഒരു ഭാഗമാണ് ഈ ഭാഗങ്ങൾ. അത് നമുക്കൊന്ന് ധ്യാനിക്കാം. 8 ഭാഗ്യങ്ങളാണ് അവിടെ പറയുക. ആരാണ് ഭാഗ്യവാൻ എന്ന് നമ്മൾ ആലോചിക്കുന്നത്, ആരാണ് ഭാഗ്യവാൻ, ആരാണ് നിർഭാഗ്യവാൻ? ഇന്ന് ഭാഗ്യവാൻ ആരാണ്? നമ്മൾ പൊതുവേ പറയും സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാരാണ്. പക്ഷേ സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാരാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. സമ്പത്തുള്ളവരെ എല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്ന് പറയാനൊക്കത്തില്ല. ഫോർഡ് കാറിൻ്റെ ഒക്കെ ഉടമസ്ഥൻ, അതിൻ്റെ ആ കമ്പനി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഫോർഡിസം എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എ ബിസിനസ് ദാറ്റ് മേക്സ് നത്തിങ് ബട്ട് മണി, ദാറ്റ് ഇസ് എ പൂവർ ബിസിനസ്. എ ബിസിനസ് ദാറ്റ് മേക്സ് നത്തിങ് ബട്ട് മണി, ഇറ്റ് ഇസ് എ പൂവർ ബിസിനസ്. സമ്പത്ത് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ആസ്തിയെങ്കിൽ, ഒരു ബിസിനസ് കൊണ്ട് അവൻ പണം മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അവനെ പോലെ ദരിദ്രനായ ബിസിനസ് നടത്തുന്ന ഒരാളില്ല. നമ്മൾ പക്ഷേ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യത്തെ കാണുക. സമ്പത്തുള്ളവൻ ഭാഗ്യവാനാണ്, ആരോഗ്യമുള്ളവർ ഭാഗ്യവാന്മാരാണ്. 90 വയസ്സുള്ള ഒരപ്പച്ചനെ നമ്മൾ കാണുന്നു, നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുന്നു. അപ്പച്ച എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, ചായ എടുക്കട്ടെ, ആകാമല്ലോ. ചായ എടുക്കാൻ പോകുമ്പോൾ പാവം പിടിച്ച 40 കഴിഞ്ഞ 40കളിലുള്ള ദമ്പതികളായിരിക്കും ഒരു പക്ഷേ അവിടെ കാണുന്നത്. അപ്പച്ചൻ അല്ലെ ആൻറ്റി ചായ എടുക്കാൻ പോയിട്ട് പിന്നെ ഒന്നുകൂടെ വന്നിട്ട് ചോദിക്കുന്നു, മധുരം വേണോ വേണ്ടായോ? ആകാമല്ലോ, 2 ഇച്ചിരി കൂടുതൽ ഇട്ടോ. അവരൊന്നുകൂടെ തിരിഞ്ഞു എന്ന് ചോദിക്കുന്നു, അപ്പച്ച മധുരം വേണോ വേണ്ടായോ? എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് 2 പേർക്കുള്ള മധുരം വേണം, ഇച്ചിരി മധുരം ഇട്ടു, ഇത് കുറവാണ്, നല്ലപോലെ മധുരം ഇട്ടു. അപ്പോൾ അപ്പച്ചന് ഡയബറ്റിക് ഇല്ലേ? അപ്പച്ചൻ ചിരിച്ച് കുലുങ്ങി പറയുന്നു, പ്രഷറില്ല, ഡയബറ്റിക് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഹാർട്ടില്ല, ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ. അപ്പം നമ്മൾ അദ്ദേഹത്തെ നോക്കി അറിയാതെ പറയും, വയസ്സ് എത്ര? 90-നടുത്ത്. ഭാഗ്യവാൻ, രോഗമില്ല. കാരണം 40കാരൻ 60 യൂണിറ്റ് ഇൻസുലിൻ, കൊളസ്ട്രോളിനും മരുന്ന്, പ്രഷറിനും മരുന്ന്, അച്ചായനും അമ്മാമ്മയ്ക്കും മരുന്ന്, മധുരം എന്ന് പറയുന്നത് ഐസ്ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇവന്തിനേറെ നല്ല കപ്പ വേവിച്ചതുപോലും കഴിക്കാൻ കഴിയാത്ത മനുഷ്യൻ. അപ്പോൾ അവരിങ്ങനെ കുശുമ്പോട് ഈ മനുഷ്യനെ നോക്കിയിട്ട് പറയുക, ഭാഗ്യവാൻ, രോഗം തൊട്ടിട്ടില്ല. നല്ല ഒരു 70-75 വയസ്സുള്ള ഒരു അപ്പച്ചനെ കണ്ടു, കറുത്ത മുടി. അപ്പച്ച ഡൈ ആണോ? അല്ല. പിന്നെ ഒന്നും നരച്ചിട്ടില്ല. ഞാൻ നല്ല എണ്ണ തേക്കും, രാവിലെ ആറ്റിപ്പോയി മുങ്ങി കുളിക്കും, ഒറ്റ നരയില്ല. ഭാഗ്യവാൻ, ജരാനര ബാധിക്കാത്ത മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ ഭാഗ്യത്തെ നമ്മൾ കാണുന്നതൊക്കെ പല നിലകളില്ല. അച്ഛാ എത്ര മക്കളുണ്ട്? 3 മക്കൾ. എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ ആൾ MDക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ മോനെ MTechന് പഠിക്കുന്നു, മൂന്നാമത്തെ കുഞ്ഞ് BDSന് പഠിക്കുന്നു. ഭാഗ്യവാൻ. ഒരു കുഞ്ഞ് MDSന് പഠിക്കുന്നു, ഒരു കുഞ്ഞ് BTechന് പഠിക്കുന്നു, ഒരു കുഞ്ഞ് MTechന് പഠിക്കുന്നു, ഒരു കുഞ്ഞ് BDS പഠിക്കുന്നു. ഭാഗ്യവാൻ. നല്ല മക്കൾ, വിദ്യാസമ്പർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭാഗ്യത്തെ കാണുക. കടം വല്ലതുകൊണ്ടോ? ഇന്ന് മനുഷ്യൻ പലപ്പോഴും പറയുന്നത്, ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ ആർ ദേ ആർ ലിവിങ് ഇൻ ഡെപ്റ്റ്. കടത്തിലാണ് പല മനുഷ്യനും ജീവിക്കുന്നത്. അപ്പം കടമില്ലാത്ത മനുഷ്യനെ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ്, എനിക്ക് 5 പൈസ ആർക്കും കടമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഭാഗ്യവാൻ.
പണമുള്ള ബിസിനസ്സുകാർ പോലും ഒരു പരിധി വരെ കടത്തില്ല. അതൊക്കെ ഒരു റോളിംഗാണ്. എവിടെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ എല്ലായിടത്തും തെറ്റും. അപ്പോൾ അവരെ നോക്കി നമ്മൾ അറിയാതെ വരും ഭാഗ്യവാൻ. പക്ഷേ ഇവിടെ പറയുന്ന ഭാഗ്യാവസ്ഥകളെല്ലാം ലോകത്തിൻ്റെ കൺസെപ്റ്റുകൾക്ക് വൈരുദ്ധ്യമാണ്. എന്നും നമ്മൾ പഠിക്കേണ്ടത് ദൈവരാജ്യം ഒരു കൗണ്ടർ കൾച്ചറാണ്. ദൈവരാജ്യ സംസ്കാരങ്ങൾ കൗണ്ടർ കൾച്ചറാണ്. ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്രരായവൻ ഭാഗ്യവാൻ. 2 ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. 3 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. 4 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. 5 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. 6 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. 7 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. 8 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അഷ്ടഭാഗ്യ അവസ്ഥകൾ. അതിലൊന്നാമത്തേത് ദരിദ്രൻ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രൻ, ദോസ് ഹു ആർ പൂവർ ഇൻ സ്പിരിറ്റ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് ലൂക്കോസ് എഴുതി വെക്കുന്നത് ദരിദ്രൻ തന്നെ ഭാഗ്യവാൻ എന്നുള്ള അർത്ഥത്തിലാണ്. വിസ്താര ഭയത്താൽ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് പോകണ്ട. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ദരിദ്രൻ ഭാഗ്യവാൻ എന്നാണ്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് കർത്താവ് സമഭൂമി എന്നുകൊണ്ട് പറയുന്നതായിട്ടാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. 2 അക്കൗണ്ടായിരിക്കാം. ഒന്ന് സമഭൂമി പറയുന്നു, ഇവിടെ അത് മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പറയുന്നു. എന്നാലും ദരിദ്രൻ ഭാഗ്യവാനാണ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ചിന്തിക്കാം. ദരിദ്രൻ ഭാഗ്യവാൻ. ദരിദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് സാമ്പത്തികമായ ദരിദ്രാവസ്ഥയാണ്. എന്നാൽ സാമ്പത്തികം മാത്രമല്ലല്ലോ ദാരിദ്ര്യം എന്ന് പറയുന്നത്. പല നിലകളിലുള്ള ദാരിദ്രാവസ്ഥകളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ കോണ്ടക്സ്റ്റ് വരുന്നത് സാമ്പത്തികമായി ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെ താമസിക്കുന്നവർ, ദിവസക്കൂലി, ദിവസവേതനം ഇത്ര രൂപയ്ക്ക് താഴെയുള്ള ഭൂമി. ഇന്ത്യൻ കൺസെപ്റ്റിൽ ഒത്തിരി പേരുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്നവർ. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം വീടും പറമ്പുകളും ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു വരുമാനവും ഇല്ലാത്ത, എന്നാൽ കൂലിപ്പണി ചെയ്യാൻ കഴിയാത്ത, അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ ഇരക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട്. അവരൊക്കെ പലരും ദാരിദ്ര്യത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ ദരിദ്രൻ ഭാഗ്യവാൻ, സാമ്പത്തികമായ ദാരിദ്ര്യം. ഇനി രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ശാരീരികമായ ദാരിദ്ര്യം, കിടപ്പിലായിരിക്കുന്ന ദാരിദ്ര്യം. മൂന്നാമത്തെ ഒരു ദാരിദ്ര്യമാണ് ബൗദ്ധികമായ, ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ദാരിദ്ര്യം. നാലാമത്തെ ഒരു ദാരിദ്ര്യമാണ് മാനസികമായ, മെൻ്റലായിട്ടുള്ള ദാരിദ്ര്യം. അഞ്ചാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് പൊളിറ്റിക്കലായിട്ടുള്ള ദാരിദ്ര്യം. അപ്പം നമുക്ക് പല നിലകളിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന വാക്കിൻ്റെ പല റെലംസ്, പല തലങ്ങളെ നോക്കാൻ കഴിയും. ഒന്ന് ഫിസിക്കൽ, 2 ഇൻ്റലക്ച്വൽ, ഫിനാൻഷ്യൽ, മെൻ്റൽ ആൻഡ് പൊളിറ്റിക്കൽ. അങ്ങനെ ഡിഫറെൻ്റ് റെലംസ്, പല തലങ്ങളെ നമുക്ക് ഈ ദാരിദ്ര്യത്തിന് കാണാൻ കഴിയും. ഓരോ അവസ്ഥകളെയും നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് കോണ്ടക്സ്റ്റ് വരുന്നത് സാമ്പത്തികമാണെങ്കിലും സാമ്പത്തികത്തെ മാത്രമായിട്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഓരോ തലങ്ങളും ധ്യാനിക്കണം. ചില സാമ്പത്തികമായി ഔന്നത്യമുണ്ടെങ്കിലും മറ്റു തലത്തിൽ ചിലപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ എല്ലാ ദാരിദ്ര്യാവസ്ഥകളെയും ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് കഴിയട്ടെ. ഒന്ന്, സാമ്പത്തികമായ ദാരിദ്ര്യം, പൈസ എടുക്കാനില്ലാത്തവർ. ഈ ദരിദ്രൻ ഭാഗ്യവാനാണോ? ദരിദ്രൻ ഭാഗ്യവാനാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആരാണ് ആത്മാവിൽ ദരിദ്രൻ, ആരാണ്, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ചില ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ വല്ലാതെ ഭാരപ്പെട്ടു പോകും. വല്ലാതെ ഭാരപ്പെട്ടു പോയിട്ട് ആത്മഹത്യ ഇന്ന് കൂടുന്നുണ്ട്. ഈ ചർച്ചകളൊക്കെ നമ്മൾ അടച്ചിടുമ്പോൾ എന്തിനാ തുറക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം മറ്റൊരു തലമുണ്ട്. എന്നെല്ലാം ചർച്ചകൾ അടഞ്ഞു കിടക്കുന്നുണ്ടോ അവിടെയെല്ലാം നിരാശകൾ കൂടാറുണ്ട്, വഷളത്വങ്ങൾ കൂടാറുണ്ട്. ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒത്തിരി വിഷാദ രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആത്മഹത്യയുടെ ടെൻഡൻസി കൂടി. 1000 പേര് എളിയദാസരെയൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാറുണ്ട്. പലരും അർദ്ധരാത്രിയുടെ നിശബ്ദതയിലൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും അപ്രതീക്ഷിതമായ ഫോൺ കോളുകളൊക്കെ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ പലരും വിളിക്കുന്നത് ആത്മഹത്യയുടെ ഒരു ചിന്തകൾ, വല്ലാതെ നിരാശ വേട്ടയാടും. അപ്പോൾ ഈ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ഇല്ലാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നിരാശയുടെ ഒരു പുതപ്പ് മൂടും. അതുകൊണ്ടാണ് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട് കൊടുക്കുമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സാമ്പത്തികമായ ദാരിദ്ര്യം. ഇന്ന് ഒത്തിരി പേര് പെട്ടെന്നാണ് തകർന്നു പോവുക. ഇന്ത്യയിൽ ഒത്തിരി പേരുടെ ജോലി പോയി. ഒരു പരിധിവരെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ഗൾഫ് മലയാളികളുടെ, പ്രവാസികളുടെ ഒരു വരുമാനമാണ്. പ്രിയപ്പെട്ടവർ ഗൾഫിലാണ്. അവരുടെ ഒരു സാമ്പത്തികം കൊണ്ടാണ് ഇവിടുത്തെ പല മക്കളും പഠിക്കുന്നത്. പല കുടുംബങ്ങളും അവരെ ആശ്രയിക്കുന്നവർ. എന്തിനേറെ പറയുന്നു, ഒരു പരമാർത്ഥമായ സത്യം, സഭകൾ ഒരു പരിധിവരെ, എല്ലാ സഭകളും ഒരു പരിധിവരെ തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്രോതസ്,
പ്രവാസി വിശ്വാസികളാണ്. അവരകമഴിഞ്ഞ് സഹായിക്കുന്നതും പ്രാർത്ഥനയോടെ അയച്ചു തരുന്നതും ഒക്കെയാണ് പല കാര്യങ്ങളും പലതും ചെയ്തെടുക്കാനായിട്ട് എന്നും ഇടയാക്കിയിട്ടുള്ളത്. അതിനെയൊന്നും മറക്കാനൊക്കത്തില്ല, നന്ദിയോടെ ഓർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം പെട്ടെന്ന് ജോലികൾ പോകുന്നു, ബിസിനസ്സുകൾ ഡള്ളാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭയങ്കര ദാരിദ്ര്യത്തേക്ക് പോകുമ്പോൾ ഈ ദാരിദ്ര്യത്തെ നമ്മൾ സ്തോത്രത്തോടെ കാണണം, ആ സാമ്പത്തികമായ ദാരിദ്ര്യം. ഇനി രണ്ടാമത്തെ ഒരു ദാരിദ്ര്യമുണ്ട്, ശാരീരികമായ ദരിദ്രൻ. ആരാണ് ശാരീരികമായ ദരിദ്രൻ? പെട്ടെന്ന് ഒരാൾ സ്ട്രോക്ക് വരുന്നു, അവരുടെ കൈകൾ പാരലൈസായി പോകുന്നു, അവർക്ക് എഴുന്നേറ്റ് കിടക്കാൻ വയ്യാതെ കിടപ്പിലായി പോകുന്നു, വല്ലാതെ ആർത്രൈറ്റിസ് വന്നിങ്ങനെ ചുരുണ്ടു പോകും, ക്യാൻസറൊക്കെ വന്നിട്ട് കീമോ ഒക്കെ ചെയ്ത് വല്ലാതെ കൂടുന്നു, ക്രോണിക് ഡയബറ്റിക് ആയിട്ട് അങ്ങ് വല്ലാതെ റീനൽ ഫെയിലറിലേക്ക് പോകുന്നു, ഡയാലിസിസിലേക്കൊക്കെ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു മേജർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കോമാ സ്റ്റേജിലേക്കോ തളർച്ചയിലോട്ടൊക്കെ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഫിസിക്കൽ പൂവറാണ്. അപ്പോൾ ശാരീരികമായ ദാരിദ്ര്യം. ഇനി മൂന്നാമത്തെ ഒരു ദാരിദ്ര്യാവസ്ഥയുണ്ട്, മാനസികമായ ദാരിദ്ര്യം. എന്താണ്? ഒത്തിരി പേരുണ്ട് നിരാശയുടെ പുതപ്പ് പിടിച്ചവരുണ്ട്, നിരാശയുടെ പുതപ്പിനകത്തെ കയറി ഡിപ്രഷന് മരുന്നെടുക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത ഇൻസോമാനിയ ഒക്കെ പോലെയുള്ള ആ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ, ഡിപ്രഷൻ്റെ ഒരു സ്ഥലത്തിലേക്ക് പോയവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അവർ മാനസികമായി ദരിദ്രരാണ്. അവർക്കൊന്നും താങ്ങാനൊക്കത്തില്ല. ലോകത്തിലെ ഏത് ചെറിയ കാര്യവും അവരെ അസ്വസ്ഥപ്പെടുത്തും. പക്ഷേ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളെ ഉള്ള അവർക്കും പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളെ ടോളറേറ്റ് ചെയ്യാൻ അവർ കഴിയുന്നില്ല. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാനസികമായ ദരിദ്രം എന്ന് വിളിക്കാം. അടുത്തൊരു ദാരിദ്ര്യമാണ് ഇൻ്റലക്ച്വലായിട്ടുള്ള ദരിദ്രം. ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ പലപ്പോഴും ടീച്ചറൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ അതിനോട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യാൻ കഴിയാത്ത മക്കളുണ്ട്. ചിലർ നല്ല മിടുക്കരായിരിക്കും, ഒറ്റയടിക്ക് അവർ ഗ്രാസ്പ് ചെയ്യും. അവർ തന്നെ പുസ്തകം വായിച്ചും ഗൈഡുകളൊക്കെ നോക്കിയും അല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സൊക്കെ എടുത്ത് പഠിക്കും. പക്ഷേ സ്കൂളിൽ പോയി പഠിച്ചാലും കൂടി ഇരുത്തി പഠിപ്പിച്ചാലും പഠിക്കാൻ കഴിയാത്ത, ഓർമ്മ നിൽക്കാത്ത, വയസ്സ് 8ാം ക്ലാസ് 7ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു, എന്നാലും ഇപ്പോഴും ശരിക്കും അക്ഷരം എഴുതാൻ അറിയില്ല, ശരിക്കും കൂട്ടി വായിക്കാൻ ഇപ്പോഴും പറഞ്ഞാൽ ഒന്നുകൂടെ അറയ്ക്കും. ഇങ്ങനെ പറയുന്ന ഒത്തിരി മക്കൾ. അവരുടെ കുറ്റമല്ല, അവർ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉഴപ്പരായതുകൊണ്ട് തന്നെയല്ല. എന്നാൽ ചിലർ പെട്ടെന്ന് പഠിക്കും, എന്നാൽ ചിലർക്കോ അതിനുള്ള കഴിവ് കുറവായിരിക്കും, അവർക്ക് ഓർമ്മ കുറവായിരിക്കും. അവർ പക്ഷെ മറ്റൊരു തരത്തിൽ മിടുക്കരുമായിരിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു സത്യം. ഇപ്പോഴെല്ലാം നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്നോ അല്ലെങ്കിൽ ഓട്ടിസം എന്നൊക്കെ ഉള്ളത് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പൊക്കെ എന്താണ് മൊണ്ണയെന്നൊക്കെയുള്ള പേരിട്ട് വിളിക്കും. അപ്പോൾ അവർ മെൻ്റലി പൂവറാണ്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി പൂവറാണ്, ബൗദ്ധികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ അടുത്തൊരു ദാരിദ്ര്യമുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ദാരിദ്ര്യം. ഒരു പാർട്ടിക്ക് തന്നെ ഒരു മേജർ റോള് കിട്ടിയാൽ അവിടെ ചിലപ്പോൾ മൈനോറിറ്റീസും മറ്റുള്ളവരും ഒക്കെ അവർക്ക് സൗണ്ടുകൾ കേൾക്കാൻ കഴിയില്ല, അവരുടെ ശബ്ദങ്ങൾ എങ്ങും എത്തത്തില്ല, അവർ പൊളിറ്റിക്കലി പൂവറാണ്. അപ്പോൾ അങ്ങനെ വിവിധ ദാരിദ്ര്യങ്ങളുണ്ട്. അപ്പോൾ ആരാണ് ഈ ആത്മാവിൽ ദരിദ്രൻ? ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുമ്പോൾ ഈ ദാരിദ്ര്യങ്ങളെ മുഴുവൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവൻ ആരോ അവനാണ് ആത്മാവിൽ ദരിദ്രൻ. അതുകൊണ്ടാണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് ഉയർച്ചയിരിക്കാൻ അറിയാം, താഴ്ചയിരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിരിക്കാൻ എനിക്കറിയാം, വിശന്നിരിപ്പാൻ എനിക്കറിയാം, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു, ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. അപ്പോൾ എല്ലാ ദാരിദ്ര്യങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അതിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയുന്നവൻ ആരോ അവനാണ് ആത്മാവിൽ ദരിദ്രൻ. നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ദാരിദ്ര്യം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ടാക്സ് അടയ്ക്കാനായിട്ട് വന്ന് പറയുന്നുണ്ട്, ടാക്സ് അടയ്ക്കണ്ടേ, കരമടയ്ക്കാൻ കാശില്ല. ലൂക്കോസിൻ്റെ 12 വയസ്സ് മുതലുള്ള സമയങ്ങളിൽ കാണുന്നുണ്ട്, അത്യധ്വാനം ചെയ്ത് തച്ചൻ്റെ പണി ചെയ്ത് ജീവിച്ചവന്, കഷ്ടപ്പെട്ട് ജീവിച്ചു. പിന്നെ ശുശ്രൂഷയൊക്കെ തുടങ്ങിയപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, തന്നോടൊപ്പമുള്ള സഹോദരിമാർ അവരെ തങ്ങളുടെ വസ്തു കൊണ്ട് ശുശ്രൂഷിക്കുന്നു. അവരൊക്കെ അവരെ പണം കൊടുത്ത് സഹായിച്ചു, വസ്തുക്കൾ കൊണ്ട് ശുശ്രൂഷിച്ചു. അപ്പോൾ ആരെന്നൊക്കെയോ സ്വീകരിച്ചവൻ. പിന്നെ കരമടയ്ക്കാൻ കാശില്ലാഞ്ഞിട്ടും ഒരു ചൂണ്ടയെടുത്തുകൊണ്ട് പോയിട്ട് മീനെ പിടിക്കുക, അതിൻ്റെ വായിലൊരു ദ്രഹ്മപ്പണം കാണും, അതെടുത്ത് ടാക്സ് കൊടുക്കാൻ പറഞ്ഞ കർത്താവ് എന്നും ദാരിദ്ര്യം ശീലിച്ചൊരു കർത്താവാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു, നമ്മുടെ ദാരിദ്ര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ഒരു സമൃദ്ധിയുടെ ലോകത്തൂടെ 2014 വരെയൊക്കെ നമ്മൾ കടന്നുപോയി. അതിനുശേഷം എവിടെയൊക്കെയോ
ഇച്ചിരി ആ സാമ്പത്തിക മാന്ദ്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഇന്ന് ഈ ലോക്ക്ഡൗണിൽ അഖില ലോക വ്യാപകമായിട്ട് സംഭവിച്ചപ്പോൾ ഇത് വല്ലാതെ മനുഷ്യൻ്റെ സാമ്പത്തിക അടിത്തറകളെ തകർത്തു. ഒത്തിരി പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. ഒത്തിരി പേർക്ക് ജോലിയിൽ കട്ട് ഓഫ് ആക്കി. പിന്നെ ശമ്പളമൊക്കെ ഇങ്ങനെ ഒത്തിരി കുറച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വല്ലാത്ത ദാരിദ്ര്യങ്ങളിലേക്ക് പോകും. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. ഇതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ അവിടെയും പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അപ്പം ഈ സാമ്പത്തിക ദാരിദ്ര്യത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. 2, ശാരീരികമായ ദാരിദ്ര്യങ്ങളെ ആർക്ക് കൊടുക്കണം? ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കണം. എത്രയോ പേര് കിടപ്പയിലായി പോയിട്ടുണ്ട്. അവർ ആ കിടപ്പിലായി പോയവർ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്യാൻസറോ, പെട്ടെന്നൊരു സ്ട്രോക്ക് ആകുകയോ, പെട്ടെന്നൊരു ഡയബറ്റിക് വന്ന് കൂടുകയോ, പെട്ടെന്ന് കിഡ്നി ഫെയിലാകുകയോ ഒക്കെ ചെയ്താൽ വല്ലാതെ ക്ഷീണിച്ചിട്ട് വിധിയെ പഠിച്ചുകൊണ്ട് എല്ലാവരെയും ശപിക്കുന്നവരുണ്ട്, ദൈവത്തെ വെറുക്കുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾക്കകത്തും സന്തോഷത്തോടെ ആ അവസ്ഥകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നവരുണ്ട്. എന്താണ്? കർത്താവെ, ഇതിൻ്റെ അവസ്ഥയിലും അങ്ങുണ്ടെന്നുള്ളൊരു സന്തോഷം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഏതെങ്കിലും വല്ലാത്ത ശാരീരിക ബലഹീനതകൾ, കിടപ്പേ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വല്ലാത്ത എഴുന്നേറ്റ് കിടക്കാൻ പോലും വയ്യാതെ നിങ്ങളുടെ ദേഹം മുഴുവൻ വേദനയാണെങ്കിൽ, വേദനപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ, നിരാശപ്പെട്ടതിൻ്റെ ഒരു മൂഡിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു പറഞ്ഞുകൊണ്ട് വിധിയെ പഴിക്കുകയാണെങ്കിൽ, ഇന്ന് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ ദൈവകരങ്ങളിലേക്ക് കൊടുത്താൽ അവിടെയും പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇനി 3 കേൾക്കുക. മാനസികമായ ദാരിദ്ര്യം. ചിലർ പെട്ടെന്ന് മിടുക്കരാണ്, അവർക്ക് എല്ലാത്തിനെയും ഫേസ് ചെയ്യാനുള്ള ഭയങ്കര കഴിവുണ്ട്. എന്നാൽ ചില അങ്ങനല്ല, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. പെട്ടെന്ന് ക്ഷീണിച്ച് പോയിട്ട് വല്ലാതെ അങ്ങ് നിരാശപ്പെടും. അങ്ങനെ നിരാശപ്പെടുന്ന ലോകത്താണെങ്കിൽ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടു. അവർക്ക് മനുഷ്യ മതി, മരണഭയമൊക്കെ ഇങ്ങനെ ആ ചിന്തകളൊക്കെ വരികയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. അതാരാണെന്നറിയാമോ? ഏലിയാവാണ്. ഏലിയാവ് ഇങ്ങനെ എനിക്ക് ഏറ്റവും ലെജൻഡറി ഫിഗറായിരുന്നു ഏലിയാവ്. ഏലിയാവിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. എൻ്റെ കർത്താവ്, ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഞാൻ ഏലിയാവ് നോക്കി, ഏലിയാവും ഞാനുമായിട്ട് എങ്ങനെ സമസ്വഭാവം? ഏലിയാവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യണ്ട, ഈ ആണ്ടി പെയ്യണ്ട. അതൊന്നും അങ്ങ് പെയ്യാതെ പോയെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഏലിയാവ്. എൻ്റെ പൊന്നു പ്രിയരെ, അങ്ങനെ എനിക്ക് പറയാൻ പേടിയാണ്. കാരണം കയറി തിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ലെന്ന് പറയാനുള്ള ധൈര്യമൊന്നും എൻ്റെ ഉൾക്കാമ്പിലില്ല. പലപ്പോഴും പേടിച്ചും പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ പറയുന്ന ആശാരി ഉദ്ദേശിയെ പോലെയുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏലിയാവ്. അപ്പം ഞാൻ നോക്കിയപ്പം അവിടെ ഞാനും ഏലിയാവുമായിട്ട് യോജിച്ച് പോകത്തില്ല. അത്രയും ധൈര്യമൊന്നും ചിലപ്പോൾ എനിക്കില്ല. പക്ഷെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് വളരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊത്തു. എന്താണെന്നറിയാമോ? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീ എന്തോ പറഞ്ഞത് എന്തോ പറഞ്ഞെന്ന് കേട്ടപ്പോൾ, അപ്പോൾ ഈ ഏലിയാവ് കിടക്കുകയാണ് ചൂരച്ചെടിയുടെ തണലിൽ പോയിട്ട്, എനിക്ക് ചത്താൽ മതി, എനിക്കിപ്പം മരിക്കണം, എൻ്റെ പ്രാണനെ എടുക്കണം. ഒരുതരം ഇന്നെൻ്റെ ഭാഷയെ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്, സത്യമല്ലേ? ഇന്നെൻ്റെ ഭാഷയെ പറഞ്ഞ അദ്ദേഹത്തിന് എന്താ ഉണ്ടായിരുന്നു? നിരാശ, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, ഇതൊക്കെയല്ലേ? എന്നിട്ടിങ്ങനെ കവന്ന് കിടക്കുകയാണ്. അപ്പോൾ അതും ഞാനുമായിട്ട് നോക്കിയപ്പോൾ ഒത്തിരി ബന്ധം എനിക്ക് തോന്നി. പലപ്പോഴൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പറയാനും സ്റ്റേജിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തെങ്കിലും ചിലപ്പോൾ ഒറ്റ വാക്കിൻ്റെയൊക്കെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയോ വാക്കുകൾ കൊണ്ടൊക്കെ ആക്രമിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലാതെ പെട്ടെന്നിട്ട് പോയി അങ്ങ് കഷ്ടപ്പെട്ട കിടക്കും. ആ കിടപ്പൊക്കെ 3 ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് കിടന്നു പോയ ദിവസങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ട്. പക്ഷേ ഏലിയാവിനുണ്ടായ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ട്, ഏലിയാവിനെ ദൂതം വന്ന് തട്ടി ഉണർത്തിയതുപോലെ ദൈവം തൻ്റെ ദാസന്മാരെയൊക്കെ അയച്ച് ദൂതുമായിട്ട് പറഞ്ഞയച്ച് ബലപ്പെടുത്തിയ അനുഭവങ്ങൾ എളിയദാസൻ്റെ ജീവിതത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവരെയും തട്ടി ഉണർത്തുന്ന ദൈവമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയോ ഒരു നിരാശ ബാധിച്ച് എനിക്കങ്ങ് മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കേണ്ട, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നുണ്ട്. അവിടെ നമുക്ക് സമസ്വഭാവമുള്ള ആ ദാരിദ്ര്യങ്ങളെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. അപ്പം പിന്നെ അടുത്തൊരു ദാരിദ്ര്യമുണ്ട്. എന്താണ്? ഭൗതികമായ ദാരിദ്ര്യമാണ്. ചിലവരെല്ലാ മക്കളും ഒത്തിരി പഠിക്കുന്നവരാണ്. പക്ഷേ ഒത്തിരി പഠിക്കുന്ന മക്കളും മിടുക്കരായ മക്കൾ എന്നോട് ഒത്തിരി മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഫുൾ A+ ഒക്കെ കിട്ടുന്ന മക്കൾക്ക് നമ്മൾ വലിയ അവാർഡൊക്കെ കൊടുക്കും. അത് ഒരു സന്തോഷം കൊണ്ടും മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയാണ്. അങ്ങനെ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ ഈ മക്കൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഇങ്ങനെ ഈ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ എന്നാണെന്ന് നേരത്തെ അങ്ങ് പറഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എന്താ മക്കളെ, എന്താ നിങ്ങൾക്ക് നേരത്തെ അറിയണ്ടേ? ഒറ്റക്കാരി അന്നങ്ങ് വരാതിരിക്കാമായിരുന്നല്ലോ. കാരണം ഞാൻ ചോദിച്ചാൽ ഈ അവാർഡൊക്കെ കിട്ടിക്കഴിയുമ്പം തൊട്ട് ഈ മക്കളെ
നിലവിളിച്ച് നമ്മളിങ്ങനെ അവരെ മാനിച്ചൊക്കെ കൊടുക്കുമ്പം തൊട്ട് അവരുടെ അപ്പനും അമ്മയും ഇവരെ ഇങ്ങനെ രൂക്ഷപ്പെട്ട് കലിപ്പിച്ചൊരു നോട്ടമാണ്, കട്ടക്കലിപ്പ് നോട്ടമാണ്. ആ നോട്ടം കാണുമ്പോൾ പിള്ളേർക്കറിയാം ഇന്ന് പണിയാണ്. പിന്നെ അവർ പറയും, വണ്ടി കയറുമ്പം മുതൽ വീട് വരെ വഴക്കാണ്. ഏട്ടാ നിനക്ക് കണ്ടോ, അതുങ്ങളെ കണ്ടോ, അവർക്ക് നല്ല ഉടുപ്പില്ല, അവർക്ക് വലിയ ട്യൂഷനൊന്നും പഠിച്ചില്ല, എന്നിട്ട് അവർ കണ്ടോ നല്ല മാർക്ക് മേടിച്ചു, നിനക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാട്ടാ, പണത്തിന് പണം, പൈസയ്ക്ക് പൈസ, ഉടുപ്പിന് ഉടുപ്പ്, ബൈക്കിന് ബൈക്ക്, ഷൂസിന് ഷൂസ്, എണ്ണടാ എണ്ണ, എണ്ണടാ എണ്ണ. അവിടം തൊട്ട് തുടങ്ങും, എവിടം വരെ, വീട് വരെ തുടങ്ങും. എന്നിട്ടും അപ്പോൾ അവർ പറയും ഈ വഴക്ക് കേൾക്കാൻ വയ്യാമല്ലോ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങ് ഡള്ളായി പോവുകയാണ്. ഇപ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ എവിടെയൊക്കെയോ ആഗ്രഹമുണ്ട്, പക്ഷേ ഒക്കാത്തവർ, ബൗദ്ധികമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കുന്ന മക്കളുണ്ട്. ചിലപ്പോൾ അവരുടെ ആ ഔട്ട്പുട്ട് അത്രയും കാണത്തില്ല, പേപ്പറിൽ അത് എഴുതാൻ കഴിയുന്നില്ല. ഇതൊരു കലയല്ലേ പരീക്ഷ എഴുതുക. എന്നാൽ ചില ഉഴപ്പിയ പിള്ളേരോ അവർ പരീക്ഷ എഴുതുമ്പോൾ നല്ല മാർക്കായിരിക്കും. ഇപ്പം കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ പരീക്ഷയൊക്കെ എഴുതി പേടിച്ച് ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന കുറേ മക്കളൊക്കെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ എല്ലാ ഇൻ്റലക്ച്വൽ പോവർട്ടി ആ ഒരു ബുദ്ധിമുട്ടുകളെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ കൊടുക്കണം മക്കളെ. അങ്ങനെ കൊടുത്താൽ എന്ത് പറ്റുമെന്നറിയാമോ? അവിടെയും ആ ദാരിദ്ര്യത്തെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമോ? കാണാൻ കഴിയത്തില്ല. എബ്ബേസ് എന്ന് പറയുന്ന ഒരാളാണ് എന്നും എന്നെ സ്വാധീനിച്ചിട്ടുള്ള എന്നും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തി എബ്ബേസാണ്. എബ്ബേസ് ജനിച്ചു വന്നപ്പോൾ എന്തായിരിക്കും, എന്തോ ഒരു വല്ലാത്ത ദാരിദ്ര്യം ആ മകനുണ്ട്. അത് വെറും ദാരിദ്ര്യമല്ല കേട്ടോ, അത് വെറും ദാരിദ്ര്യമല്ല, എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ചിന്തയിൽ അവൻ ജനിച്ചു വീണപ്പം തന്നെ കാണാനൊക്കുന്ന ഒരു ദാരിദ്ര്യം. അപ്പോൾ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് പിടികിട്ടി എൻ്റെ ലൈഫ് മുഴുവൻ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടം സമ്മാനിച്ച നമുക്ക് മുൻപരിചയമില്ലാത്ത കുറേ വാക്കുകളുണ്ട്. ഒന്ന് ക്വാറൻറ്റീനാണ്, രണ്ടൊന്ന് ലോക്ക്ഡൗണാണ്, പിന്നെ സോഷ്യൽ ഐസൊലേഷനാണ്, ഇങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളൊക്കെ മലയാളിക്ക് ചിരപരിചിതമായത് ഈ ഒരു കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പം എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ നോക്കി. അപ്പോൾ അമ്മയ്ക്ക് പിടികിട്ടി ഇനി ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടി എൻ്റെ ജീവിതം മുഴുവൻ ലോക്ക്ഡൗൺ ആകുകയാണ്. ഇനി അമ്മയ്ക്കൊരു യാത്രയില്ല, ഇനി അമ്മയ്ക്ക് ഒരു കല്യാണത്തിൽ അവനെന്തോ ഒരു ബൗദ്ധികമായ പ്രയാസങ്ങളോ ഫിസിക്കലായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളോ ആ കുട്ടിക്കുണ്ട്, അത് ഉറപ്പാണ് കണ്ട്. അതുകൊണ്ടാണ് ആ പേരിട്ടത്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് മുഴുവൻ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ഇനി എനിക്കൊരു കല്യാണത്തിന് പോകാൻ ഒക്കില്ല, എനിക്കിനി യോഗത്തിന് പോകാൻ ഒക്കുമോ? നമ്മൾ കണ്ടിട്ടില്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള മക്കളൊക്കെ ആയിട്ട് വന്ന് അമ്മമാരൊക്കെ യോഗത്തിൻ്റെ ഇരിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന ചില ശബ്ദങ്ങളും അവരിങ്ങനെ അലങ്കോലപ്പെടുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാകും. അവിടെ അമ്മയ്ക്കുണ്ടാകുന്ന വല്ലാത്ത മാനസികത്വം. അപ്പോൾ ഈ അമ്മയ്ക്ക് പിടികിട്ടി എൻ്റെ ലൈഫ് മുഴുവൻ ഇനിയും ലോക്ക്ഡൗൺ ആയി പോവുകയാണ്, ഇനി മറ്റൊരു കാര്യമില്ല. അപ്പോൾ അമ്മ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഒരു പേരിട്ടു. എന്താണ്? എബ്ബേസ് എന്ന പേരിട്ടു. എൻ്റെ ജീവിതം മുഴുവൻ ലോക്ക്ഡൗൺ ആക്കിയ ഒരു കുഞ്ഞ്, ഇവനാണ് എനിക്ക് ദൈവം തന്ന ഒരു സമ്മാനം. പക്ഷേ ആ സമ്മാനത്തെ അമ്മ സ്വീകരിച്ചിട്ട് വ്യസനപുത്രൻ എന്ന പേരിട്ടു, എബ്ബേസ്. പക്ഷേ ഈ വ്യസനപുത്രൻ ഇച്ചിരി വളർന്നു, എങ്ങനെയൊക്കെയോ പറയാറായപ്പോൾ, വാക്കുകൾ സംസാരിക്കാറായപ്പോൾ സ്ഫുടതയോടെ പറഞ്ഞോന്നറിയില്ല, വിക്കുണ്ടോയെന്നറിയില്ല, ആ മകൻ ഇങ്ങനെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, അപ്പാ എൻ്റെ അതിരിനെ ഒന്ന് വിശാലമാക്കണം, എന്നിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എന്നിട്ട് ഈ അനർത്ഥം അമ്മയ്ക്ക് വ്യസനമാണ്, പക്ഷേ വ്യസനപുത്രനായ എൻ്റെ അനർത്ഥങ്ങൾ വ്യസനഹേതുവാകാതെ ഒന്ന് കാക്കാമെന്ന് ചോദിച്ചു. നമ്മൾ പിന്നെ കാണുന്നത് അവൻ സഹോദരന്മാരെക്കാട്ടിലും മാന്യനായിട്ട് മാറിയെന്ന്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബത്തിൽ ഇങ്ങനെ എല്ലാവരെക്കാട്ടിലും അത്ര സ്മാർട്ടൊന്നും അല്ലെങ്കിൽ ചില അപ്പന്മാർ കാണും നിങ്ങളുടേത്, സഹോദരന്മാരൊക്കെ മിടുക്കരായിരിക്കാം, അവരൊക്കെ ഗൾഫിലൊക്കെ ആയിരിക്കാം, എല്ലാവരും നല്ല നിലയിലെത്തി. പക്ഷേ നിങ്ങളുടെ അപ്പൻ അത്ര മിടുക്കനല്ലാഞ്ഞതുകൊണ്ട് ഇവിടെ ഒതുങ്ങിപ്പോയെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ പേടിക്കണ്ട, അതിനെ വിശാലമാക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം എല്ലാ ദാരിദ്ര്യങ്ങളെയും ദൈവത്തിൻ്റെ സന്ധിയിലേക്ക് സ്തോത്രത്തോട് കൊടുക്കുമ്പോൾ ആ ദാരിദ്ര്യങ്ങളിൽ പകരുന്ന സമർത്ഥമായൊരു ദൈവകൃപയുണ്ട്. അതാണ് സ്പിരിച്വൽ പോവർട്ടിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന മക്കളെ, സാമ്പത്തികമായിട്ട് ഇങ്ങനെ തകർന്നിരിക്കുകയാണെങ്കിൽ നാളെ ഇപ്പം കുഞ്ഞുങ്ങളുടെ അഡ്മിഷനൊക്കെ എടുക്കാനായി, ടോക്കൺ അഡ്വാൻസ് കൊടുക്കേണ്ട സമയമായി, അടക്കാനായിട്ട് ഒത്തിയിട്ടില്ല. ചില TV കൂടെ ആയിരിക്കാം ഇതെന്നെ കാണുന്നത്, പക്ഷേ ഈ പ്രാവശ്യം വന്ന കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, കട്ട് ചെയ്യത്തില്ലെന്നുള്ളൊരു ഉറപ്പ്. എങ്കിലും എത്ര നാൾ അടയ്ക്കാതിരിക്കും? ബില്ലടയ്ക്കാത്തവർ കാണാം. കേബിൾ കണക്ഷനുണ്ട്, പൈസ അടയ്ക്കാനൊക്കാഞ്ഞവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പിന്നെ അപ്പാനൊക്കെ ഗൾഫിലാണ്,
കഴിഞ്ഞ 3 മാസം മുമ്പ് കൃത്യമായിട്ട് പൈസയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് അവിടെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ടൊന്നും അയപ്പില്ല, മകൻ്റെയോ ഭർത്താവിൻ്റെയോ പ്രിയ സഹോദരൻ്റെയോ ഒക്കെ. അതുകൊണ്ടൊക്കെ വീടൊക്കെ ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്ന കുറേ പേര് എന്നെ കേൾക്കുന്നുണ്ട്. ഈ ദാരിദ്ര്യത്തെ തമ്പുരാൻ്റെ പിറുപിറുക്കാതെ കരത്തിലേക്ക് കൊടുത്താൽ അതിലനുഭവിക്കുന്ന ഒരു ദൈവകൃപയുണ്ട് പ്രിയരെ. ഇന്ന് ആ ദൈവകൃപ ഞങ്ങളിങ്ങനെ ഓൺലൈൻ സർവീസൊക്കെ നടത്തുമ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ വേറൊരു കണ്ണോടൊക്കെ കാണുന്നവർ കാണാം. പക്ഷേ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കയറി ഇന്ന് പ്രസംഗിക്കൊന്നുമല്ല, പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധി ഇരുന്ന് ജാഗരിച്ച്, ദൈവമേ എപ്പോഴാണ് ഇത് കേൾക്കുന്നത്? എനിക്കൊരു കാര്യം അറിയാം, സുഖസൂക്ഷിപ്തി ഇരിക്കുന്നവർ ഒരു പക്ഷേ ഈ സമയത്ത് ടി വിയിൽ സീരിയൽ കാണുമായിരിക്കാം. അവർക്ക് കാണാം ഒത്തിരി തട്ടിയും മുട്ടിയും വേറെ പലതും കാണും, അവർക്കെന്തെല്ലാം കാണും, അവരിതൊക്കെ കാണും. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെല്ലാം 1000 പ്രയാസങ്ങളിൽ കൂടി ഇരിക്കുന്നവരാ. അവരെ ഉള്ളിൽ കണ്ടുകൊണ്ട് ചങ്ക് തകർന്നിന്ന് പകലും രാത്രി പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവ് പറയാണ്, നിങ്ങളുടെ ആ ദാരിദ്ര്യത്തെ തമ്പുരാൻ്റെ കരത്തിലേക്ക് കൊടുത്താൽ അതിനെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയും. അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ചവൻ, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര